ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അല്ലേ? കാരണം ഇന്ന് ഈ ഒരു സമീപകാലത്ത് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഡ്രഗ്സിന്റെ യൂസേജ് എന്ന് പറയുന്നത്. അത് ഇപ്പോ വലിയ ആള് പണ്ടൊക്കെ ഒരു ഏജ് കാറ്റഗറി ഒക്കെ നമ്മൾ പറയായിരുന്നു. ഇപ്പൊ അങ്ങനെ പോലും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനം. അപ്പോ അതെങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും, അതിന് എഗെയിൻസ്റ്റ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു വേദിയിൽ വരാൻ പോകുന്നത്. പോലീസുകാരുടെ സൂപ്പർ ഹീറോ ആയിരുന്ന വ്യക്തി, ലഹരി മാഫിയയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടിയ പോലീസ് ഓഫീസർ. ഒരുപാട് റെസ്പെക്ടോടെയും നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മുൻ DGP ഋഷിരാജ് സിംഗ് സാറിനെ ഈ വേദിയിലേക്ക്. സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഇന്ന് ജൂൺ 26 ആന്റി ഡ്രഗ്സ് ഡേ ആണെന്ന് നമ്മളപ്പോൾ ആദ്യമേ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരാളാണ് സാറ്. ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് സാറ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കേസസ് ഇതിനെ എഗെയിൻസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് സാറ്. എങ്ങനെയാണ് സാർ, ഇപ്പോൾ ഞാൻ ആദ്യമേ ഇവരോടൊക്കെ പറയായിരുന്നു, നമുക്ക് ഒരു ടൈമിലൊക്കെ ഒരു ഏജ് കാറ്റഗറി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കൊരു ഏജ് കാറ്റഗറി ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഇന്ന് വളരെയധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രഗ്സ് ഒക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന് എഗെയിൻസ്റ്റ്, ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ജനറേഷനാണ് ഇവർ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് എഗെയിൻസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഒരു അടുത്ത ജനറേഷന്റെ ഒരു സേഫ്റ്റി എന്നൊക്കെ പറയുന്നത്? ഉടനെ പറഞ്ഞാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒരു 50% താഴത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒന്ന്, ഇത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതൽ സാധാരണ കേരളത്തിൽ കാണുന്നത് ഒന്നുമില്ലെങ്കിൽ സ്കൂളിലാണ്, ഇല്ലെങ്കിൽ വീട്ടിലാണ്. അവിടെ ഈ രണ്ട് സ്ഥലത്തിലെ ഇത് നിയന്ത്രിക്കാനുള്ള രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ട്. ഒന്ന് സ്കൂളാണെങ്കിൽ ടീച്ചർ, വീടാണെങ്കിൽ അമ്മ. ടീച്ചറെ ഇത് നിയന്ത്രിക്കാനുള്ള അവർക്ക് കഴിവുമുണ്ട്, അവർക്ക് ചെയ്യാനുള്ള താല്പര്യവും ഉണ്ട്. പക്ഷെ അവരോട് നമ്മൾ മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്. വീട്ടിലാണെങ്കിൽ അമ്മമാർക്ക് അവരുടെ കുട്ടി ഇത് കഴിക്കുന്നുണ്ട്, അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നമ്മൾ കാണുന്നത് ഒരു പോലീസ് ഓഫീസറായിട്ട് അവർ നാട്ടുകാരെന്ന് പറയും, അയൽവാസികാരെന്ന് പറയും, ബന്ധുക്കളെന്ന് പറയും, പറഞ്ഞിട്ട് ഭയന്ന് അപ്പുറത്തെ എൻ്റെ മകനിൻ്റെ പേര്, എൻ്റെ മകളുടെ പേര് ചീത്താവുമല്ലോ, അപ്പോൾ അവിടെ പറയാതെ ഇരിക്കുമ്പോൾ കുട്ടിക്ക് ഗുണമൊന്നുമില്ല. കുട്ടീൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുന്നു. കുട്ടി പിന്നെ അതിന് ഒരു അവസാനത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നു. അല്ല സാർ, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന കേസസിൽ പോലും ഈ അമ്മ, ഇപ്പൊ ഈ അടുത്ത് ഒരു അമ്മയുടെ മകൻ ആൾ അറസ്റ്റിലായി. പക്ഷെ ആ അമ്മ പിന്നീട് പറയുന്നത്, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊന്നു കളയുന്നുള്ള ഒരു പേടിയിലാണോ ഒരമ്മ വരെ ഇരിക്കുന്നത്. കാരണം അവർക്ക് പോലും അതിന് എഗെയിൻസ്റ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല. അമ്മമാർക്ക് പോലും കുട്ടികളോട് പോലും സംസാരിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മമാരുടെ ആ ഭയം ആ അമ്മ പറയുന്നേ ഉള്ളൂ. 10 അമ്മമാരെ കഴിഞ്ഞ 11 മാസത്തിൽ 9 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി അമ്മമാരെ കൊന്നു കഴിഞ്ഞു. പത്രത്തിൽ നമ്മൾ വായിച്ച നമ്മുടെ ന്യൂസാണ്. ആ സാഹചര്യം എങ്ങനെ വന്നു? ആ സാഹചര്യം വന്നത് അവർ കുറച്ച് വൈകി. ഇതിന് 5 അവസ്ഥകളുണ്ട്. ആദ്യത്തെ അവസ്ഥ, ഈ ലഹരി വസ്തു ഉപയോഗത്തിന്റെ 5 അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ഇത് കഴിച്ചു. ചിലപ്പോൾ ഒരു നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയില്, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ ടൂറിലോ ഒക്കെ കഴിച്ചുവിനെ ഇരിക്കട്ടെ. ഒന്ന്, ദാറ്റ് ഈസ് സ്റ്റേജ് നമ്പർ 1. സ്റ്റേജ് നമ്പർ 2, ഇഷ്ടപ്പെട്ടു, ഇതിലാ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നു. സ്റ്റേജ് നമ്പർ 3, എല്ലാ ദിവസം വേണം. സ്റ്റേജ് നമ്പർ 4, ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ വെപ്രാളം, എനിക്ക് പൈസ തരണം, എനിക്ക് ഈ സാധനം ഈ സമയം എനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ശരീരത്തിൽ, അതായത് അതിന് ഒരു ഹാബിറ്റായി പോയി. അപ്പോൾ വിഡ്രോവൽ സിംറ്റംസ്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ശരീരത്തിൽ മരുന്ന് ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ അവിടെയാണ് ഈ അമ്മയെ തള്ളുക, ഇല്ലെങ്കിൽ ചീത്ത വിളിക്കുക, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൈസ അമ്മ അറിയാതെ പൈസ മോഷ്ടിക്കുക. അങ്ങനെ 5ാമത്തെ സ്റ്റേജ്, പിന്നെ ഈ കുട്ടി ഇതിനെ അടിമയായി പോയി, ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസം കുട്ടി ഇതിന്റെ
ഈ ലഹരി വസ്തുക്കൾ എത്രത്തോളം ഒരു കുട്ടിക്ക് കഴിക്കാൻ പറ്റും? ഈ നമ്മുടെ കിഡ്നിയോ ഇല്ലെങ്കിൽ ഹാർട്ടൊക്കെ ഫെയിലാവും, കുട്ടി മരിക്കും. ഇല്ലെങ്കിൽ കുട്ടി ഡിപ്രഷൻ കൊണ്ട് ഒരു വല്ലാതെ ഡിപ്രഷൻ ഉണ്ടാവും. ഈ കുട്ടിക്ക് ഒരു ദിവസം ഒരു തോന്നലുണ്ടാവും, ഞാൻ എൻ്റെ ജീവിതം പാഴായി പോയല്ലോ, ഞാൻ ഒരു ജീവിതം കിട്ടിയിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ അച്ഛന്മാർക്ക് വേണ്ടി ഭാരമായിട്ട് മാറി, ഇതിനേക്കാൾ ഭേദം നമ്മൾ മരിക്കാനാണെന്നത്. പിന്നെ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ ഒരു വർഷത്തിൽ 8000 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, 8000 hours. 8000 മണിക്കൂറുകളിൽ ഇന്ത്യ രാജ്യത്തിൽ കുട്ടികളുടെ ആത്മഹത്യകൾ നോക്കുകയാണെങ്കിൽ 12000 കഴിഞ്ഞ 20 വർഷത്തിൻ്റെ റെക്കോർഡ് നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് നിർത്തണമെങ്കിൽ അമ്മക്ക് ഉടനെ തന്നെ ആദ്യ ദിവസം അത് മനസ്സിലാക്കി നിർത്തിയാൽ പിന്നെ ഒരു ആത്മഹത്യവും നടക്കില്ല, കുട്ടി നേരെ വഴിക്ക് വരികയും ചെയ്യും.